ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗിയർ ലോക്ക് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവരും മറ്റ് രണ്ട് വീഡിയോ ക്ലാസ് 1ഉം 2ഉം കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ ഇതാണ് ഗിയർ ലോക്ക് അല്ലെങ്കിൽ ക്രിംബ് ബീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹുക്കെല്ലാം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ കളറിലും സിൽവർ കളറിലുമാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഇത് മെറ്റലാണ്. കാണാൻ മുത്ത് പോലെ ഇരിക്കും, പക്ഷേ മെറ്റൽ ബീഡാണ്. ഈ ബീഡ് യൂസ് ചെയ്തിട്ട് ചെയ്ത മാലകളൊക്കെയാണ് ഈ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഈ ഗിയർ ലോക്ക് അയൺ അല്ലെങ്കിൽ ബ്രാസ് മെറ്റൽ കൊണ്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്താൽ നന്നായിട്ടത് പ്രസ്സായിരിക്കും. പിന്നെ നമുക്കത് നിവർത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ, കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. നമുക്ക് ഗിയർ ലോക്കിന് പകരം വേറൊന്നും ജ്വല്ലറി മേക്കിങ്ങിൽ ഉപയോഗിക്കാനില്ല. ഗിയർ ലോക്കിന് പകരം ഗിയർ ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ ഡിസൈൻസ് ചെയ്യാം. ഇപ്പോൾ ഗിയർ വയറിൽ ചെയ്ത ഒരു കമ്മലാണിത്. ഇതേപോലെ തന്നെ ഒരു നെക്ലസ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ കമ്മലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ നെക്ലസ് കൂടി ഒന്ന് കാണുക. ഈസിയാണ്. ഗിയർ വയർ എടുക്കുക, അതിലൂടെ നമ്മുടെ മുത്ത് കോർത്തിട്ട് ഗിയർ ലോക്ക് കോർത്ത് പ്രസ് ചെയ്യാണ്. പിന്നെ നമ്മൾ ആ മുത്ത് താഴോട്ട് വരില്ല. അതിനുവേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു കമ്മൽ സിമ്പിളായിട്ടുള്ളത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സിൽവർ കളർ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. എത്ര ലെങ്ത്ത് വേണോ കമ്മലിന് അത്രയും ലെങ്ത്ത് ഈ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ഇയർ ഹുക്ക് വേണം. ഹുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കൂടി ഞാനിതിൽ കാണിച്ചു തരാം. ഇവിടെ ഐപ്പിന്നാണ് യൂസ് ചെയ്യുന്നത്. ഐപ്പിൻ എടുക്കുക, അതിൽ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ബെൻഡ് ചെയ്തെടുക്കുക. പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കറക്റ്റായിട്ട് റൗണ്ടിൽ ബെൻഡ് ചെയ്ത് വരുന്ന പോലെ ബെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇയർ ഹുക്കായിട്ട് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നടുയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാതിൽ കോർക്കുന്ന ഭാഗത്ത് ചെറിയൊരു ബെൻഡ് അവിടെയും കൊടുക്കാം. അത് നമ്മൾ ഈ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ബെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഇയർ ഹുക്ക് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇയർ ഹുക്ക് ഐപ്പിൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഐപ്പിൻ ഇല്ല, ഇനി പ്ലെയിൻ ആയിട്ടുള്ള മെറ്റൽ വയർ ആണെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഇതുപോലെ തന്നെ വളച്ച് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ നമുക്ക് കമ്മൽ ചെയ്ത് തുടങ്ങാം. ആദ്യം ഈ ഗിയർ വയർ എടുക്കുക, എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കോർക്കാം. ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കോർത്ത ശേഷം നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം. ഞാൻ സിമ്പിളായിട്ട് ഒരു വയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 2 വയറോ 3 വയറെല്ലാം ഇതിൽ കൂടെ കോർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനുശേഷം ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡ് 2 വയറും അതിനുള്ളിലൂടെ കോർത്തെടുക്കുക. അത് കോർത്ത ശേഷം നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മുത്ത് താഴോട്ട് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗിയർ ലോക്ക് യൂസ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് കോർത്ത ശേഷം ഈ പ്ലെയർ വെച്ച് അതിൻ്റെ മേലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്താൽ മതി. പിന്നെ അത് ഊരി വരില്ല, നല്ല ടൈറ്റായിട്ടിരുന്നോളും. പിന്നെ നമുക്കത് ഊരി എടുക്കാൻ കിട്ടില്ല. കട്ട് ചെയ്തിട്ട് തന്നെ വേണം ഈ ഗിയർ ലോക്ക് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയർ ലോക്ക് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ മാലയ്ക്കാവുമ്പോൾ നമ്മൾ ഹുക്ക് കോർക്കുന്ന അവിടെ ഗിയർ ലോക്ക് യൂസ് ചെയ്യാറുണ്ട്. അത് കെട്ടൊക്കെ ഇടുന്നതിന് പകരം ഗിയർ വയർ യൂസ് ചെയ്തിട്ട് മാല ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നെക്ലസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹുക്ക് കോർക്കുന്ന ഭാഗത്ത് ഈ ഗിയർ ലോക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് ഓൾമോസ്റ്റ് എല്ലാ മാലകളിലും ഞാൻ ചെയ്ത എല്ലാ നെക്ലസുകളിലും ഗിയർ ലോക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹുക്കെല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതിൽ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിലെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. മെയിൻ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കോർത്ത് കഴിഞ്ഞാൽ അത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വയറിലൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ലോക്ക് യൂസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ മുത്ത് കോർക്കാം. നമുക്ക് എവിടെയൊക്കെയാണോ മുത്ത് വേണ്ടത് അവിടെയെല്ലാം മുത്ത് കോർത്ത ശേഷം ഗിയർ ലോക്ക് കോർത്തിട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഗിയർ വയറിലാവുമ്പോൾ അവിടെ ഇവിടെ ഓരോ മുത്തൊക്കെ ആയിട്ട് കാണുന്ന ഡിസൈൻ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഈ ഗിയർ വയറിലല്ലാതെ വേറെ മെറ്റൽ വയറിലോ അല്ലെങ്കിൽ സാധാരണ നൂലിൽ എല്ലാം ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ സീരിയലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ചെയിൻ, ഇപ്പോൾ കസ്തൂരിമാനിൽ കാവ്യ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ സീരിയലുകളിലുണ്ട്. ഞാൻ ഈ സീരിയലിൽ വന്നത് ആദ്യമല്ലേ ഡിസൈൻസൊക്കെ നോക്കുക, മാല കമ്മൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സീരിയലിൽ പോയി നോക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു മെത്തേഡിലുള്ള ഈ മോഡൽ മാലകൾ നിറയെ ഇട്ടിട്ട് വരുന്നുണ്ട്. അത് ചെയിനിലും ഉണ്ട്. ഗിയർ വയറിന് പകരം നമ്മുടെ പ്ലെയിൻ ചെയിൻ, സിൽവർ കളർ ചെയിനിൽ അല്ല ഗോൾഡൻ കളർ ചെയിനിൽ നമുക്കിതുപോലെ കോർക്കാം. അതിലെല്ലാം ഈ ഗിയർ ലോക്കാണ് മുത്ത് കോർത്ത ശേഷം അതിൻ്റെ പുറകിലും മുൻപിലൊക്കെ ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഗീർ വയറിൽ നമുക്ക് ഇനി കൂടുതൽ മുത്ത് വേണമെങ്കിൽ കൂടുതൽ കോർക്കാം, അല്ല ഇനി കുഞ്ഞ വൈറ്റ് കളർ മുത്ത് സീഡ് ബീഡ്സ് ഞാൻ ഓരോ ക്രിസ്റ്റലിൻ്റെ 2 ഭാഗത്തും കോർത്തിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ ക്രിസ്റ്റൽ മാത്രമായിട്ടും കോർക്കാം. ഇതിൽ പല കളറിൽ മിക്സ് ചെയ്തിട്ട് കോർക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഗീർ വയർ കുറേ എണ്ണം കോർത്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിലൂടെ എടുത്ത ശേഷം മുത്ത് കോർത്ത് അതെല്ലാം ജമ്പറിങ്ങിൽ കോർത്തിരിക്കുകയാണ്. നമ്മൾ ഹുക്കിൽ ഡയറക്റ്റ് കോർത്തിട്ടാണ് മറ്റേ ഗീർ വയർ ചെയ്തത്. നമ്മൾ കോർത്തിരിക്കുന്ന ഗിയർ ലോക്ക് കാണാതിരിക്കാൻ വേണ്ടി അതിന് കവറിങ് ഉണ്ട്. അതിൻ്റെ കവർ വാങ്ങിക്കാൻ കിട്ടും. അതിന് ക്രിംബ് ബീഡ് കവർ എന്നാണ് പറയുക. അപ്പം ഞാൻ കാണിച്ചില്ലേ, അത് തന്നെയാണ്. നമുക്ക് ഗിയർ ലോക്കിന് മുകളിൽ അത് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ ലോക്ക് പ്രസ്സായി ഇരിക്കുന്നത് കാണില്ല, ഒരു മുത്ത് കോർത്ത പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസെല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവർക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.